ബംഗളൂരു മൈസൂരു എക്സ്പ്രസ് വേയിലെ ബിഡദിയിൽ കെഎസ്ആർടിസി ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഡ്രൈവറും കണ്ടക്ടറും ദാരുണമായി മരണപ്പെട്ട സംഭവത്തിൽ നടുക്കുന്ന ദുരൂഹതകളും പുതിയ വഴിത്തിരിവുകളും പുറത്തുവരുന്നു. ഓഗസ്റ്റ് 8 നടന്ന ആ വലിയ അപകടത്തിന് പിന്നിൽ നാടിനെ വിറപ്പിക്കുന്ന കവർച്ചാ സംഘങ്ങളുടെ കൈകളുണ്ടോ എന്ന സംശയമാണ് ഇപ്പോൾ അതിശക്തമായി ഉയരുന്നത്. ഈ സംശയങ്ങൾക്ക് ആക്കം കൂട്ടിക്കൊണ്ട് കഴിഞ്ഞ ദിവസം രാത്രി ഇതേ സ്ഥലത്തിന് തൊട്ടടുത്ത് വെച്ച് കേരളത്തിലേക്ക് വരികയായിരുന്ന മറ്റൊരു കെഎസ്ആർടിസി ബസ്സിന് നേരെയും ഹൈവേ കവർച്ചാ സംഘം വിൻസ്ക്രീനിലേക്ക് മുട്ടയേർ നടത്തുകയായിരുന്നു. ഇതോടെ ഓഗസ്റ്റ് 8 ദാരുണമായ അപകടത്തിന് പിന്നിലും ഇത്തരമൊരു ആക്രമണം നടന്നിരിക്കാം എന്ന സംശയം ബലപ്പെടുകയും സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്താൻ സംസ്ഥാന ഗതാഗത മന്ത്രി കർശന നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് 8 കോഴിക്കോട് നിന്നും ബംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന ഡീലക്സ് ബസ് ബിഡദിയിൽ വെച്ച് അപകടത്തിൽപ്പെട്ട് പൂർണ്ണമായും തകരുകയും ജീവനക്കാരുടെ ജീവൻ പൊലിയുകയുമായിരുന്നു. പ്രാഥമിക പരിശോധനയിൽ ബസ് അമിത വേഗത്തിലായിരുന്നുവെന്നും ഡ്രൈവർക്ക് ആവശ്യത്തിന് വിശ്രമം ലഭിച്ചിരുന്നുവെന്നുമാണ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നത്. എന്നാൽ വാഹനം പെട്ടെന്ന് നിയന്ത്രണം വിട്ട് മറിയാനിടയായത് വിൻസ്ക്രീനിലേക്ക് കവർച്ചാ സംഘങ്ങൾ എറിഞ്ഞ് മുട്ട പതിച്ചതിനെ തുടർന്നാണോ എന്ന് സ്ഥിരീകരിക്കാൻ ഫോറൻസിക് പരിശോധന ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവെടുപ്പുകൾ വേണമെന്ന് കെഎസ്ആർടിസി അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബിഡദിയിൽ നടന്ന 2 സംഭവങ്ങളെക്കുറിച്ചും കൃത്യമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് കെഎസ്ആർടിസി കർണാടക ഡിജിപിക്ക് ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ ബിഡദിയിലെ മലയാളി സമാജവും പോലീസിൽ പരാതി നൽകി അന്വേഷണം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാത്രി ബംഗളൂരുവിൽ നിന്നും കാസർഗോഡേക്ക് പോവുകയായിരുന്ന ഡീലക്സ് ബസ്സിന് നേരെ രാത്രി 9 മണിക്ക് ശേഷമാണ് ഈ ഞെട്ടിക്കുന്ന ആക്രമണം നടന്നത്. സർവീസ് റോഡിൽ നിന്നും 2 ബൈക്കുകളിലായി അതിവേഗത്തിലെത്തിയ 5 അംഗ കവർച്ചാ സംഘം കെഎസ്ആർടിസി ബസിന്റെ മുൻവശത്തെ ഗ്ലാസിന് നേരെ കൃത്യമായി ലക്ഷ്യം വെച്ച് മുട്ടയെറിയുകയായിരുന്നു. 60ഓളം നിരപരാധികളായ യാത്രക്കാരുമായി എക്സ്പ്രസ് വേയിലൂടെ ഉയർന്ന വേഗതയിൽ സഞ്ചരിക്കുകയായിരുന്ന ബസിന്റെ ഗ്ലാസിൽ മുട്ട പതിച്ച ഉടൻ ഇത് ഹൈവേയിലെ കുപ്രസിദ്ധമായ കവർച്ചാശ്രമമാണെന്ന് കർത്തവ്യനിരതനായ ഡ്രൈവർ തിരിച്ചറിഞ്ഞു. കാസർഗോഡ് വെള്ളിക്കോത്ത് സ്വദേശിയായ ഡ്രൈവർ സുരേഷ് ഒട്ടും ഭയപ്പെടാതെ പെട്ടെന്ന് മനസ്സാന്നിധ്യം വീണ്ടെടുക്കുകയായിരുന്നു. ഗ്ലാസിൽ വീണ മുട്ട തുടച്ചു മാറ്റാൻ വൈപ്പർ ഉപയോഗിച്ചത് കട്ടിയിൽ പടരുകയും ഡ്രൈവിംഗ് കാഴ്ച പൂർണ്ണമായും തടസ്സപ്പെട്ട് വാഹനം അപകടത്തിൽപ്പെടുകയും ചെയ്യുമെന്ന് വ്യക്തമായി അറിയാവുന്ന സുരേഷ് വൈപ്പർ പ്രവർത്തിപ്പിച്ചില്ല. പകരം ബസിന്റെ വേഗത കുറച്ച് 1 കിലോമീറ്ററോളം മുന്നോട്ട് ഓടിച്ച് വെളിച്ചമുള്ള സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ബസ് ഒതുക്കി നിർത്തുകയായിരുന്നു. ബസ് ഒതുക്കി നിർത്തുന്നത് കണ്ടതോടെ അപകടം മണത്ത അക്രമി സംഘം ഭയന്ന് സംഭവ സ്ഥലത്തു നിന്നും ബൈക്കുകളിൽ രക്ഷപ്പെട്ടു. ഡ്രൈവർ സുരേഷിന്റെ സമയോചിതമായ ഇടപെടലും സമചിത്തതയും കാരണം മാത്രമാണ് 60 യാത്രക്കാരുടെ ജീവൻ രക്ഷപ്പെടുകയും എക്സ്പ്രസ് വേയിൽ വീണ്ടും ഒരു വലിയ ദുരന്തം ഒഴിവാക്കുകയും ചെയ്തത്. തുടർന്ന് സുരക്ഷിത സ്ഥാനത്ത് നിർത്തിയ ബസിന്റെ ഗ്ലാസ് വെള്ളമൊഴിച്ച് കഴുകി വൃത്തിയാക്കിയ ശേഷമാണ് ബസ് കാസർഗോഡേക്ക് യാത്ര തുടർന്നത്. സംഭവം നടന്ന ഉടൻ തന്നെ ഡ്രൈവർ സുരേഷ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് അയച്ച ശബ്ദ സന്ദേശം ലഭിച്ചതോടെയാണ് ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും ജീവനെടുത്ത ഓഗസ്റ്റ് 8 മാരക അപകടത്തിന് പിന്നിലും ഈ മുട്ടയേർ ഗൂഢാലോചന തന്നെയുണ്ടോ എന്ന് ഉറപ്പിക്കാൻ അന്വേഷണം വിപുലമാക്കാൻ കെഎസ്ആർടിസി മാനേജ്മെന്റ് തീരുമാനിച്ചത്. നിർഭയമായി വാഹനം ഓടിച്ച ഡ്രൈവറുടെ മൊഴിയും അക്രമി സംഘത്തിന്റെ വിവരങ്ങളും കേന്ദ്രീകരിച്ച് കർണാടക പോലീസും കേസിൽ തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്.